Hi, I am Rojisus, Managing Director of Alpha Academy. 2022 NEET examination ബേസ് ചെയ്തിട്ട് കേരളത്തിലെ 85% സീറ്റിലേക്ക് MBBS-ന്റെയും BDS-നും ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് 11-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. 15-ാം തീയതി 10 മണി വരെയാണ് അതിനിപ്പോൾ സമയം, ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. ഈ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ 13-ാം തീയതി വരെയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. 15-ാം തീയതി അലോട്ട്മെൻറ്റും ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഓൾ ഇന്ത്യ വഴി ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കേരള വഴി ഒരു അഡ്മിഷൻ പിന്നീട് നേടാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓൾ ഇന്ത്യയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമുള്ള വിദ്യാർത്ഥികളും കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. അതുപോലെ കേരളത്തിൻ്റെ കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് നേടിയ വിദ്യാർത്ഥികളും കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. കീമിൽ വഴി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷനും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും നിർബന്ധമായും കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. വളരെയധികം ചേഞ്ചസ് വരുന്ന, ഏറ്റവും നല്ല കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും ഒരു ഷിഫ്റ്റ് കിട്ടുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ അലോട്ട്മെൻ്റ് ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ആ സെയിം കോളേജ് തന്നെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി ഇതിന് മുകളിലുള്ള എല്ലാ കോളേജുകളും ഡിലീറ്റ് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചു, അതിനേക്കാൾ നല്ല കോളേജുകളിലേക്ക് ഇനി മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അത് ലഭിച്ചതിന് മുകളിലുള്ള കോളേജുകളിൽ എന്തൊക്കെ ചേഞ്ചസ് വേണം, റീഅറേഞ്ച് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും 1, 2, 3 എന്നുള്ള ഓർഡറിലാണ് എൻട്രൻസ് കമ്മീഷണർ നമ്മെ കൺസിഡർ ചെയ്യുക. അല്ലാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചായിരുന്നു, അതിന് തൊട്ട് മുകളിലുള്ള കോളേജ് അല്ല ഇനി നോക്കുന്നത്. ഇവിടെയും ആദ്യം മുതൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെയാണ് എൻട്രൻസ് കമ്മീഷണർ നമ്മെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നാം ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ തന്നെ വെറുതെ കൺഫർമേഷൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്തൊരു കോളേജ് ലഭിച്ചാലും നാം അവിടെ പോയി പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കോളേജുകളും അവിടെ ഇടാൻ പാടില്ല, സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഓർഡറുകൾ 1, 2, 3 ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർഡറുകളെ സബ്മിറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഇപ്പോൾ 15-ാം തീയതി 15-ാം തീയതി വരെയാണ് കീമിന് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നതെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് 15-ാം തീയതിയാണ്. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു 21st 22nd വരെ മിക്കവാറും ടൈം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം മാത്രമേ കേരളയുടെ എൻട്രൻസ് കമ്മീഷണർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുള്ളൂ. കാരണം ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ, കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ കഴിഞ്ഞത് വരെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു 21st or 22nd ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതിനുശേഷം മാത്രമായിരിക്കും കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് നവംബർ 15th വരെയാണ് നമ്മൾ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ കൃത്യമായി കീമിൻ്റെ സൈറ്റ് വഴി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ള MBBS-ൻ്റെയും BDS-ൻ്റെയും ബെസ്റ്റ് കോളേജുകൾ, കോഴ്സുകൾ എന്നുള്ള ഓർഡറിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ നാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ പ്രസ് ചെയ്യുന്നുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീമിൻ്റെ അലോട്ട്മെൻ്റ് ആവട്ടെ, ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആവട്ടെ, ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവനുള്ള MBBS-ൻ്റെയും BDS-ൻ്റെയും 15% സീറ്റ്. കീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ MBBS-ൻ്റെയും BDS-ൻ്റെയും ബാക്കിയുള്ള സ്റ്റേറ്റ് വൈസ് ഉള്ള 85% സീറ്റ്. ഇനി ഓൾ ഇന്ത്യയിൽ മറ്റൊരു കോളേജ് ഉള്ളത് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. കീമിൽ മറ്റൊരു കോളേജ് ഉള്ളത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സീറ്റുകളിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ആഗ്രഹിച്ച് നാം കോഴ്സുകൾ അല്ലെങ്കിൽ ക്യാമ്പസുകൾ സബ്മിറ്റ് ചെയ്യുന്നു. നാം ഇഷ്ടമില്ലാത്തൊരു കോളേജ് നേടിയെടുത്ത് അവിടെ ഫീസ് എടുത്ത് പഠിച്ച് നമ്മുടെ ഫ്യൂച്ചർ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നമുക്ക് ആഗ്രഹിച്ചൊരു കോളേജ്, നാം ആഗ്രഹിച്ചൊരു കോഴ്സ് നേടിയെടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കോളേജോ കോഴ്സോ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ലഭിക്കാനോ സാധിക്കാനോ ഒരു വിദ്യാർത്ഥിയാണോ? ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണല്ലോ നമ്മെ താഴേക്ക് താഴ്ത്തിക്കളഞ്ഞത്. അപ്പം നമ്മളെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്താൽ, വിജയിക്കാൻ വേണ്ട ക്വാളിറ്റി നമ്മിൽ വളർത്തിയെടുത്താൽ നാമും വിജയിയായി മാറുക തന്നെ ചെയ്യും. വളരെയധികം കുട്ടികളിൽ നിന്നും അതിമിടുക്കർ മാത്രം വിജയിക്കുന്ന സിസ്റ്റത്തിലൂടെയല്ല, മറിച്ച് വളരെ കുറച്ച് കുട്ടികളെ വിജയിക്കാൻ വേണ്ട കഴിവുകൾ വളർത്തുന്ന ഒരു സിസ്റ്റത്തിലൂടെ പഠിക്കാൻ, നല്ല കെയറിങ്ങിലൂടെ പഠിക്കാൻ, നല്ല ശാന്തസുന്ദരമായ ക്യാമ്പസിൽ പഠിക്കാൻ, നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ലൈബ്രറി ഫെസിലിറ്റിയുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടി പഠിക്കാൻ, ഇതിലൊക്കെ ഉപരി വിജയിക്കാൻ വേണ്ട കഴിവുകളിലേക്ക് അവരെ എത്താനുള്ള മോട്ടിവേഷനിലൂടെയും കെയറിങ്ങിലൂടെയും എങ്ങനെ പഠിക്കണമെന്നുള്ള സിസ്റ്റത്തിലൂടെയും അവരെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ 22 വർഷമായി ഏറ്റവും നല്ല വിജയം സിംഗിൾ സെൻ്ററായ ആലപ്പുഴയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുന്ന ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ബാച്ചിലേക്കോ ലോങ് ടൈം കോച്ചിങ്ങിലേക്കോ ക്രാഷ് കോഴ്സിലേക്കോ ഒക്കെ ചേർന്നുകൊണ്ട് വിജയം നേടാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുന്ന ക്രാഷ് കോഴ്സിലും റിപ്പീറ്റർ ബാച്ചിലും ഒക്കെ ജോയിൻ ചെയ്ത് പഠിക്കാം. ഈ കോഴ്സുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ എന്ത് സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ വിജയിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.